കൊതുമ്പും ചൂട്ടും കേട്ടാ, കൊതുമ്പും ചൂട്ടും. കൊതുമ്പും ചൂട്ട് കെട്ടിയില്ലല്ലോ പൊങ്കാലേര. പേരാപൂരി വള്ളി കൊണ്ടുപോയിട്ട് വള്ളി തിരിച്ചു കൊണ്ടുവരാൻ മറന്നു, അവിടെ ഇട്ട്. ഇതുകൊണ്ടൊരു കൊതുമ്പും ചൂട്ട് ഇപ്പൊ വീണ അതുകൊണ്ട് കിടക്കണം. അത് ഞെടിക്കും, അത് ക്ലാഞ്ഞിട്ടുണ്ടോ. പേരാപൂരല്ല, പുത്തൻപിളയില്. ഇന്ന് പൊങ്കാല, ഇന്ന് മകരപ്പൊങ്കലാണ്, മകരപ്പൊങ്കൽ. ഇന്ന് അഞ്ഞ് വാ, ഞാൻ ഈ എടുത്തു തന്ന കൊതമ്പ്. നിങ്ങളെ പോവാൻ പറഞ്ഞില്ലല്ലോ, ഞാനല്ലേ പൊങ്കാല ഇടാൻ പോണ. അതിന് നിങ്ങളിൽ പൊങ്കാല ഇടാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനാണ് പൊങ്കാല ഇടാൻ പോണ. നിങ്ങൾ എന്തിനു വരണ? തൊഴുവാൻ പൈസ എന്തിന്? എന്തിന്? ഓ, ഞാൻ ചുമ്മാ തൊഴുതുകൊണ്ടാണ് വരണ. ഞാൻ ഒറ്റയ്ക്ക് ഇല്ല, അപ്പുറത്ത് തന്നെയല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. ഓ, അവിടെ തന്നല്ല, നടയിൽ തന്നല്ല. എത്ര സമയം വേണം? നമ്മുടെ വീടിന്റെ ഇടത് സൈഡിലെ പേരാപൂർ അമ്പലം, അതാണ് നമ്മൾ എപ്പോഴും പറയണ പേരാപൂരം എന്ന് പറയണേ. വലത് സൈഡിൽ ഒരു കുഞ്ഞമ്പലമുണ്ട്, പുത്തൻവിള ദേവീക്ഷേത്രം. അപ്പൊ ഞാൻ അവിടെ ഇന്ന് പൊങ്കാലയാണ്, മകരപ്പൊങ്കലല്ലേ ഇന്ന്. അപ്പൊ സാധാരണ ഞാനിങ്ങനെ 1-ാം തീയതി ഒക്കെ വീട്ടിലാണ് പൊങ്കാല ഇടാറ്. ചിലപ്പം പേരാപൂര് പോയിടും, അല്ലെങ്കിൽ തൊഴുവങ്കോട് പോയിടും. ഇവിടെയൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് എപ്പോഴും പൊങ്കാല ഇടാൻ പറ്റണേ. അപ്പൊ ഇന്ന് ഞാൻ നോക്കിയപ്പം പുത്തൻവിള ക്ഷേത്രത്തിൽ നിന്ന് പൊങ്കാലയാണ്. കൊതുമ്പും ചൂട്ടും എടുത്ത അപ്പം അമ്മയ്ക്ക് അറിയാം ഞാൻ പൊങ്കാല ഇടാൻ പോകണം. അല്ലാതെ ഞാൻ കൊതുമ്പും ചൂട്ട് ഉപയോഗിക്കൂല. ഇവിടെ നമുക്ക് തെങ്ങിൽ നിന്ന് നിറയെ കൊതുമ്പും ചൂട്ടും കിട്ടും. അപ്പൊ ഞാൻ അതിനെല്ലാത്തിനും ഇങ്ങനെ പറക്കി അടുക്കി തീ എത്തിക്കൂല. അതിന് സെപ്പറേറ്റ് ദേണ്ട കെട്ടി തൂക്കി, കണ്ടിട്ടില്ലേ പണ്ട് നമ്മള് എൻ്റെ അച്ഛൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടേ. അച്ഛൻ ഇതുപോലെ കെട്ടി തൂക്കിയിടും, കൊതുമ്പും ചൂട്ടും ചെതല് കയറാണ്ടിരിക്കാനായിട്ട്. അപ്പൊ ഞാൻ അതുപോലെ കെട്ടി തൂക്കിയിട്ട് എന്നിട്ട് അതിൽ നിന്ന് എടുക്കാം. അതാകുമ്പോൾ ചെതലും കയറൂല, ഭദ്രമായിട്ട് നനയാണ്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. പൊങ്കാല സമയത്ത് എടുക്കാം. അല്ലാണ്ട് തീയത്തിക്കാൻ ഞാൻ എടുക്കൂല. തീയത്തിക്കാൻ നിറയെ വിറവും ചൂട്ടും ഉണ്ട് ഇവിടെ. നമ്മൾ ഓൾറെഡി വിറവ് ഇറക്കും, പിന്നെ അല്ലാണ്ട് ഇതിൽ നിന്ന് തേങ്ങയൊക്കെ വെട്ടുമ്പോൾ മടലും അതും ഇതൊക്കെ കിട്ടും. പിന്നെ ഇതിനകത്ത് കുറെ ചുള്ളിക്കമ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് തീയത്തിക്കാനുള്ള കിട്ടും. പറയും പോലെ പൊങ്കാല പാത്രം എന്ത് ചെയ്ത്, ആ കുഞ്ഞു പൊങ്കാല പാത്രം. നമ്മളിപ്പോ വലിയ പൊങ്കാല പാത്രം ഉപയോഗിക്കുന്നതിന് ശേഷം കുഞ്ഞിനെ കാണാനില്ല. മക്കളെ, ചേട്ടൻ്റെ ചായ എടുത്ത് തരാൻ പറ കുഞ്ഞാ. ഓ വാവ, ചായ എടുത്ത് തരാൻ പറ ചേട്ടൻ്റെ. നമ്മുടെ പത്തായത്തിന്റെ പേരിലാണ് വേണ്ട എല്ലാം പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇത് ബാക്കിൽ ഇരുന്നതാണേ ഈ പത്തായവും പാത്രങ്ങളും. അപ്പൊ നമ്മൾ പത്തായം പിടിച്ച് ഇവിടെ വെച്ച് ഇനി പാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്യണുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒന്നും ആയില്ല, അത് കുറച്ചും കൂടെ കംപ്ലീറ്റ്. ചേട്ടന്റെ കരവിരുതുണ്ട് പെയിന്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം. ഇവിടെ ഫുള്ള് നമ്മളൊരു ഐഡിയ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഐഡിയ. അപ്പം അത് പാത്രങ്ങളൊക്കെ എടുത്ത് കമത്തുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് വേണം അവിടെ ചെയ്യണം. ഏത് ചെരുപ്പം അമ്മ? അമ്മ അത് നിറയെ, അത് 1/2 കിലോ 1 കിലോ ഒക്കെ വയ്ക്കണല്ലേ. ഇത് 1/4 കിലോ അരിയെ ഞാൻ എടുത്തോളൂ. ഞാൻ പൊങ്കാല ഇട്ട് പേരാപൂര്. ഞാൻ നന്ദപ്പന്റെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ ഞാൻ പൊങ്കാല ഇടാന്ന് മനസ്സിൽ കണ്ടിരുന്നേ. അങ്ങനെ മിനിഞ്ഞാന്ന് പേരാപൂര് പൊങ്കാല ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂസ് ഉടനെ പൊങ്കാല ആയാല് പാടല്ലേ. കരിയുണ്ട് ഇതിനകത്ത് കേട്ടോ. അത് ഇന്ന് ഈ പൊങ്കാലയും കൂടെ കഴിഞ്ഞിട്ട് കരി തേച്ചവാക്കാം. ഇത് ലാസ്റ്റ് കഴുകിയത് അമ്മ, അതുകൊണ്ടാണ്. പാവം അമ്മയ്ക്ക് ആരോഗ്യമില്ലല്ലോ കരിയൊക്കെ തേച്ച് കളയാനായിട്ട്. ഇതിന്റെ കരിയൊക്കെ കളയാനായിട്ട് ഞാൻ ഒരു പൊടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ പൊടി ഇട്ടിട്ട് നമ്മുടെ ചകിരിയും വെച്ചിട്ട് 2 പിടി പിടിച്ചാൽ മതിയേ. ഇത് മുഴുവൻ ഈ കളറാവും. നല്ല ഇത് വെങ്കല പാത്രം. ഇത് അമ്മ പറയണ പാത്രം ഏതാന്ന് കാണണ്ടേ. ഇതാ ഇവിടെ ശരിയായി. ഇതാണ് അമ്മ പറയണ പാത്രം. ഇതല്ലേ അമ്മ? ഇതല്ലേ? ഞാൻ 1/4 കിലോ അരിയെ വാങ്ങിച്ചോളൂ, കുറച്ചരിയെ വാങ്ങിച്ചോളൂ. അപ്പൊ ഇത് മതി, ഇതിലിട്ടാ മതി. അമ്മ പറയണ ചെരുപ്പം അതാ, അത് വലിയ ചെരുപ്പം. അതെന്തൊരു മക്കളെ, അയ്യോ അതൊക്കെ അവിടെ വൈകിടി കുഞ്ഞാ. അമ്മ ഇതാ വരുന്നു. ചായ വീണോ?
വീണില്ലല്ല. ആ ചന്തപ്പ എണീറ്റാ? എണീച്ചാ? വാ ഇനി നമുക്ക്, ഞാൻ പോയി പൊങ്കാല അരിയൊക്കെ എടുത്ത് വെക്കട്ടെ. ചന്തപ്പൻ കിടക്കണ്. ചന്തപ്പൻ ചന്തപ്പൻ. ഹലോ ഇത് ചേട്ടാ സംസാരിക്കും. ഓടിപ്പോയി സംസാരിക്കും. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് വാ തുറക്കൂല ഇനി വാ തുറക്കൂല. ഞാൻ പോയേ ഒരു വാഴയില വെട്ടിട്ട് വരാമേ. വാഴയില വെട്ടാം. വാഴയില വേണം തേങ്ങ തിരികൊണ്ട് പോവാൻ. അമ്പലത്തിലത്തേക്ക് മക്കളെ തേങ്ങ തരുപ്പ. ഞാനേ പൊങ്കാലയിടാൻ പോകുമ്പം ഏതമ്പലത്തിൽ പോയാലും വീട്ടിൽ നിന്ന് തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടേ പോവുള്ളേ. പിന്നെ ഞാൻ തലേ ദിവസം വ്രതമായിരിക്കും. തലേ ദിവസം വീടിനകത്ത് മീനോ അങ്ങനെ നോണൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ഇവിടുന്ന് തിരുവാ. അതുകൊണ്ട് അങ്ങോട്ട് മക്കളെ. ഇതിപ്പം 1/4 കിലോ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ മാത്രം മതി. കുറച്ച് ഇടുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഉണ്ടായിരുന്നു പ്രസാദം. പിന്നെ ഞാൻ തന്നെ ബാക്കി ഇന്നലെയാണ് തീർത്തത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മതി. ഇനി ഏലക്കായൊക്കെ ഇടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടേ. കുഞ്ഞ് സഞ്ചി മതി. കുഞ്ഞ് ഇതല്ലേ, അപ്പൊ കുഞ്ഞ് സഞ്ചി മതി. ഇല്ലെങ്കിൽ വലിയ പൊങ്കാല സഞ്ചി ഉണ്ടേ, അവിടെ ഫുൾ സെറ്റപ്പാണ്. എല്ലാത്തിനും അതിൻ്റെതായ. അമ്മ ഞാൻ പൊങ്കാല ഇട്ടിട്ട് വരാം. വാ ഞാൻ പൊങ്കാല ഇട്ടിട്ട് വരാം. വാ വാ വാ. അരിച്ചരിച്ച് നടക്കുകയാണ് രാവിലെ തൊട്ട്. നമ്മളെ വസ്തു ഇങ്ങനെ അരിച്ചരിച്ച് നടക്കുക. എവിടെ ഇലയുണ്ട് എന്തുണ്ടെന്ന് നോക്കിയിട്ട്. രാവിലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരിപ്പാണ് ജോലി. കൊതുമ്പ് ചൂട്ട് വന്ന് വേണ്ടമ്മ എന്റെ കൈ തന്നത് ഞാൻ കൊണ്ടുപോവാ. അങ്ങ് ഗേറ്റിന്റെ അങ്ങോട്ട് വരി. അങ്ങോട്ട് വാ. നെല്ല് ഞാനും കൂടെ വരട്ടെ, ഒരുമിച്ച് പോവാം. കുഞ്ഞിപ്പെണ്ണ് അമ്മയെ കൊണ്ടാക്കാൻ വരണാ? എവിടെയും കൂടെ ഒക്കെ വരട്ടെ. വഴക്കുറയില്ലേ എന്റെ കുഞ്ഞിപ്പെണ്ണിനാ. വാ. കുഞ്ഞിപ്പെണ്ണ് വിഷമത്തില്. കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോകാത്തോണ്ട്. അത് അവളെ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാത്തോണ്ട്. രാവിലെ കുളിപ്പിക്കണ എന്തിന്? അവളെ കുളിപ്പിച്ചില്ല, അതുകൊണ്ടാണ് കൊണ്ടുപോകാത്ത. കുളിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോകാനേ. അവള് വിളിക്കൂല. അവളെ അച്ഛണ്ടല്ല, നോക്കിക്കോളും. അങ്ങ് പോയേ. അവിടെ ഇരിക്കണേ കേട്ടാ. വഴക്കുകളൊന്നും ഉണ്ടാക്കല്ലേ കൊച്ചിന്റെ കയ്യില്. ഞാൻ ഇപ്പ വരാം കേട്ടാ. പെട്ടെന്ന് പൊങ്കാലിട്ട് വരാം. കൊച്ചിനെ ശ്രദ്ധിച്ചോണേ കേട്ടാ. ഇട്ടിട്ട് വേണ്ട, ഞാൻ കൊണ്ടുവരാം. ഗേറ്റ് ഞാൻ അടയ്ക്ക. നിങ്ങൾ പോയി സഞ്ചി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. വരണം. കുറച്ച് തിരക്കുണ്ടായിരുന്നു. കുറച്ചാളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് ചോറ് കഴിച്ചു. അമ്പലത്തിലാ. നിങ്ങൾ ചോറ് മീൻ എവിടുന്ന് തരാം. അയ്യോ ഇന്ന് ഞാൻ മീൻ വെക്കൂലല്ലോ. ഇന്നലത്തെ കുറച്ച് മീൻ കറി ഉണ്ട് തരാം. ഞാൻ മകരം 1 പൊതുവെ 1-ാം തീയതി വിറവ് 1-ാം തീയതികളിൽ മീൻ അങ്ങനെ ഇപ്പം ആദ്യമൊക്കെ വയ്ക്കാറ്. ഇപ്പം അങ്ങനെ വയ്ക്കാറില്ല. പിന്നെ അമ്മയ്ക്ക് മീൻ വേണമെന്നുള്ളതുകൊണ്ട് തലേ ദിവസത്തെ മീൻകറി ചൂടാക്കി കൊടുക്കും. അങ്ങനെ ചെയ്യൂല നമ്മളിവിടെ, കാരണം നമുക്ക് മിച്ചം കിട്ടൂല. പക്ഷെ ഇന്നലെ ഞാൻ കുറച്ച് മീൻകറി. ഇത് എൻ്റെ ഇരുന്ന തവിയമ്മ, പൊങ്കാല തവി. ഇത് ഞാൻ പൊങ്കാലയ്ക്ക് മാത്രമേ എടുക്കുള്ളൂ. പൊങ്കാലയ്ക്ക് മാത്രം എടുക്കണ തവി. ഇതെന്ത് കാർ ഇങ്ങനെ എടുക്കണ?
കോരിയെടുക്കാം പാത്രം. പൊങ്കാലയും കൊണ്ട് പോകും. പൊങ്കാലായിട്ട് ഇപ്പൊ അടുക്കള വശത്ത് വന്നിട്ടുണ്ടാവേ. പൊങ്കാല പാത്രം ഇരിക്കുന്ന ആളെവിടെ എവിടെ പോയേ? പാത്രം നമ്മുടെ കിച്ചന്റെ ഇതുവരായേ. നമ്മുടെ വർക്കിൽ വെള്ളം ചറക്കിപ്പോവും. വേണ്ട ടെയിലൊട്ടിച്ച് ഇന്നലെ ടെയിൽ വർക്കായിരുന്നു. തറയൊക്കെ ഒട്ടിച്ച് ഇപ്പൊ ചവിട്ടാം. ഇന്ന് ചവിട്ടാം. അപ്പൊ ഇനി ആകെ കബോർഡ് വർക്കുണ്ട്, പിന്നെ ഇലക്ട്രിക് പ്ലംബിങ് ഫിറ്റിങ്സ് ഉണ്ട്. പാത്രം എടുത്തില്ല. പാത്രം എവിടെ അമ്മ? എടുക്കട്ടെ വെപ്രാളം കാണിക്കട്ടെ. നമ്മൾ അമ്പലത്തിലേക്ക് പോകും. ആദ്യം ഗണപതിക്ക് തേങ്ങ അടിക്കും പോലെ ഇവിടെ ആദ്യം എന്തുണ്ടെങ്കിൽ ആദ്യം അവിടെയാണ് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇല്ലമ്മ, ഞാൻ ഒരു ഉത്തുപൂരെ കഴിച്ചോളൂ. ഭയങ്കര റോഡ് പിന്നെ പൊങ്കാലയുടെ ആളില്ല, സദ്യയുടെ ആളുണ്ടായിരുന്നു. എന്തേ പൊങ്കാലയ്ക്ക് ആളില്ല, പക്ഷേ പൊങ്കാലയ്ക്ക് ആളില്ല. പിന്നെ സദ്യ കഴിക്കാൻ ആളുണ്ടായിരുന്നു. ഇന്ന് അവധി ദിവസമല്ലേ, മകരപ്പൊങ്കലല്ലേ, അപ്പൊ എല്ലാരും നല്ല തിരക്കാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കല്ലേ അമ്മ? ഇപ്പൊ നിങ്ങളൊരു കാര്യം പഠിക്കട്ടെ ഇരിക്കും തൽക്കാലം. പിന്നെ അവിടെ പോയി റൂമിൽ പോവാൻ പറഞ്ഞു. മുറി അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കുള്ളൂ. ഇവിടെ ഉണങ്ങിയില്ല അമ്മ, നമുക്ക് ഇവിടെ ഉണങ്ങിയിട്ട് ഇവിടെ ഇരിക്കാമേ. ഇന്നലെ ഒട്ടിച്ചതേ ഉള്ളൂ. അപ്പൊ എന്നോട് ഞാൻ അമ്പലത്തില് പൊങ്കാലയിട്ടിട്ട് റെസ്റ്റ് എടുത്ത സമയത്ത് എൻ്റെ ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇന്ന് എന്താണ് പരിപാടി? അപ്പൊ ഞാൻ പറയുന്നത് പൊങ്കാലയാണ്. ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു, ചേച്ചി അമ്മയ്ക്ക് അമ്മ ശോഭനാമ്മ ഇപ്പൊ പൊങ്കാലയിട്ട് കാത്തിരിക്കും, പൊങ്കാല കൊടുക്കണ വീഡിയോ ഇടുന്നത്. ഞാൻ പറഞ്ഞു ഉണ്ട്, എല്ലാ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോ രാവിലെ എടുത്തിരുന്നോണ്ട് അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇപ്പൊ എടുത്തു. ഓക്കെ, അപ്പൊ അവിടുത്തെ